ഡിയർ സ്റ്റുഡൻസ്, ഈ മാസം 22-ാം തീയതി നടക്കാൻ പോകുന്ന സഫയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫിസിക്സിൽ നിന്നും 3 ടോപ്പിക്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10th സ്റ്റാൻഡേർഡിൽ നിന്ന് ലൈറ്റും ഇലക്ട്രിസിറ്റിയും, 9th സ്റ്റാൻഡേർഡിൽ നിന്ന് മോഷനും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if a body covers equal displacements in equal intervals of time, however small these intervals may be, its motion is എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ ആൻഡ് സർക്കുലാർ മോഷൻ. അപ്പോൾ ആ ശരി ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുന്നേയായി നമുക്ക് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെന്ന് പറയണമെങ്കിൽ if it covers equal distances in equal intervals of time ആയിരിക്കണം, without any change in its direction. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്ററാണ് ബോഡി കവർ ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്ററും, മൂന്നാമത്തെ സെക്കൻഡിൽ 30 മീറ്ററും, ഫോർത്ത് സെക്കൻഡിൽ 40 മീറ്ററും കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ സെക്കൻഡിലും ഇവിടെ ഒബ്ജക്റ്റ് കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണ്. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആദ്യത്തെ ഒരു സെക്കൻഡിൽ 1 മീറ്റർ, അടുത്ത സെക്കൻഡിൽ രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ, തേർഡ് സെക്കൻഡിൽ എത്രയാണ് 9 മീറ്ററാണ്, ഫോർത്ത് സെക്കൻഡിൽ 16 മീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഈ ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷനാണ്. സോ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ദ ഒബ്ജക്റ്റ് വിൽ കവർ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓർ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ അൺഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓർ ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്താലും നമുക്ക് നോൺ യൂണിഫോം മോഷനാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ബോഡി ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണ് കവർ ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഈസ് യൂണിഫോം മോഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്: മാസ്, ഫോഴ്സ്, വെലോസിറ്റി ആൻഡ് മൊമെൻറ്റം. അപ്പോൾ എന്താണ് സ്കെയിലേഴ്സും വെക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്? സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഒൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, വർക്ക്, പവർ, ഇതെല്ലാം എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, എന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, മൊമെൻറ്റം, ടോർക്ക്, ഇമ്പൾസ്, ആങ്കുലാർ മൊമെൻറ്റം എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ് വിൽ ബി. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയിൽ നിന്നും ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി, അവിടെ നിന്ന് സിയിലേക്ക് എത്തിച്ചേർന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ്? എത്രയായിരിക്കും ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്? എ ബി പ്ലസ് എന്തായിരിക്കും? ബി സി ആണ്, ഇല്ലേ? ആൻഡ് നേരെ എയിൽ നിന്ന് സ്ട്രെയിറ്റ് സിയിലേക്ക് പോയെങ്കിലോ? എ ആണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, സി ഇസ് അവർ ഫൈനൽ പൊസിഷനാണ്. സോ ദിസ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ദ ബോഡിയാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനാണ്. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
ഇറ്റ് ഇസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് രണ്ട് ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? SI യൂണിറ്റ് ഈസ് മീറ്റർ. ഓക്കെ. ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മൂവിങ് ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ എന്തുമാകാം? സീറോയും ആകാം. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തിച്ചേർന്നു? ബിയിൽ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. ഈ കേസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും AB തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? AB തന്നെയാണ്. കാരണം A is the initial point, B is the final point. ഓക്കെ. അപ്പോൾ ഈ കേസിൽ രണ്ടാളുടെയും വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. നേരെ മറിച്ച് എയിൽ നിന്ന് ബിയിലെത്തി തിരിച്ച് ബിയിൽ നിന്ന് എയിൽ എത്തിച്ചേർന്നെങ്കിലോ എത്രയായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്? AB പ്ലസ് BA ആയിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇല്ലേ? തുടങ്ങിയത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ ഇൻ ദിസ് കേസ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിസ്പ്ലേസ്മെൻ്റ് വാല്യൂവിന് ഈക്വൽ ആകാം, ഇല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ D ആണ്. ഏതാ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം A to C എത്രയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ എത്തി? സിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു സർക്കുലാർ പാത്താണ് ഇല്ലേ? അപ്പോൾ A ഈസ് അവർ ഇനിഷ്യൽ പോയിൻറ്റ് ആൻഡ് C ഈസ് അവർ എന്ത് പോയിൻറ്റ്? ഫൈനലായിട്ടുള്ള പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ പാർട്ടിക്കിൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെങ്കിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ, ദറ്റ് ഈസ് 2πr. ശരിയല്ലേ? അപ്പോൾ ആ കേസിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്താലോ എയിൽ നിന്ന് തുടങ്ങി തിരിച്ച് എയിൽ തന്നെയാണ് എത്തുന്നതെങ്കിൽ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ നമുക്ക് A to C ആണ് നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? അപ്പോൾ എയിൽ നിന്ന് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിളാണ്. ഇല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr ആയിരിക്കും. ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? A മുതൽ C വരെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2r ആണ് ഇല്ലേ? സോ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് πr ആൻഡ് ഏതായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. എ ബോഡി ഡിസ്ക്രൈബ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1 ആൻഡ് ദ സെക്കൻഡ് ഹാഫ് വിത്ത് സ്പീഡ് v2. ദ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടെത്താനായിട്ട് നമുക്ക് എളുപ്പ വഴികളുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ടൈം. ഓക്കെ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ടൈം. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. അപ്പോൾ ഈ സ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. വേരിയബിൾ സ്പീഡാണെന്ന് വിചാരിക്കുക. ദെൻ വി സ്പെസിഫൈ ഇറ്റ്സ് എന്ത് സ്പീഡ്? ആവറേജ് സ്പീഡ്. ദെൻ ആവറേജ് സ്പീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡിന് ഞാൻ VAV എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ എന്ത്? ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ. ടോട്ടൽ ടൈം ടേക്കൺ. ദിസ് ഈസ് എ ഫോർമുല. ഇല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഹാഫ് മൂവ് ചെയ്തിരിക്കുന്ന ഇല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന സ്പീഡ് എത്ര സ്പീഡിലാണ് കവർ ചെയ്തിരിക്കുന്നത്? v1 സ്പീഡ്. ബാക്കി ഹാഫ് എന്ന് പറയുന്നത് ബാക്കി സെക്കൻഡ് ഹാഫ് കവർ ചെയ്തിരിക്കുന്നത് v2 സ്പീഡിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പകുതി ഹാഫിന് ഞാൻ S1 എന്ന് കൊടുക്കുന്നു. അത് കവർ ചെയ്യാൻ എടുത്ത സ്പീഡ് v1. അടുത്ത ഹാഫ് കവർ ചെയ്യാൻ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് v2 ആണ്. ആ ഡിസ്റ്റൻസിന് ഞാൻ S2 എന്ന് കൊടുത്തു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 പ്ലസ് S2 അല്ലേ? ഓക്കെ. ടോട്ടൽ ടൈം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ടൈം കണ്ടുപിടിക്കാം ഈ ഇക്വേഷനിൽ നിന്ന്. എന്താണ് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡാണ്. ശരിയല്ലേ? ഡിസ്റ്റൻസ് ബൈ എന്താ? സ്പീഡാണ്. സോ അപ്പോൾ ആദ്യത്തെ പകുതി ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം അതിന് ഞാൻ T1 എന്ന് കൊടുക്കുന്നു. ബാക്കി എത്രയായിരിക്കും? T2 എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഈ T1 പകരം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് S1 + S2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന് പകരം ആദ്യത്തെ പകുതി ദൂരം S1 കവർ ചെയ്യാൻ എടുത്ത സ്പീഡ് V1 പ്ലസ് ബാക്കി ഹാഫ് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബാക്കി ഹാഫിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S2 കവർ ചെയ്യാൻ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് V2. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് S1 = എന്താണ്? S2 ആണ്. ഓക്കെ, സോ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടെത്താനായിട്ട് S + S എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2S ഡിവൈഡഡ് ബൈ S/V1 പ്ലസ് എന്ത് വരും? S/V2. ഇതിൽ ഡിനോമിനേറ്ററിൽ രണ്ടിലും എസ് കോമൺ ഉണ്ട്. അത് മുകളിലത്തെ എസ്സുമായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2V1 V2 ഡിവൈഡഡ് ബൈ എന്താണ്? V1 + V2 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ എഴുതുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ബൈഹാർട്ടാക്കി വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ അപ്പോൾ ആൻസർ ഈസ് 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ട്രാവൽസ് ഫോർ ദ ഫസ്റ്റ് ഹാഫ് ടൈം with a speed V1 and for the next half time with a speed V2. The average speed of the particle is എത്ര എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അത് ആദ്യത്തെ പകുതി ദൂരം ബാക്കി പകുതി ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 = S2 ആയിരുന്നു ആ കേസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആദ്യത്തെ പകുതി ഹാഫ് ടൈം ആണ് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് ഹാഫ് ടൈം V1 സ്പീഡിൽ നെക്സ്റ്റ് ഹാഫ് ടൈം മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയിലാണ്? V2ലാണ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫോർമുല എഴുതാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്ത്? ടോട്ടൽ ടൈം ആണ് ഇല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഡിസ്റ്റൻസ് നമുക്ക് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്പീഡ് = എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം. സോ ആവറേജ് സ്പീഡ് = സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ V1 T1 പ്ലസ് ബാക്കി സമയം അല്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V2 × T2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം T1 പ്ലസ് എത്ര? T2 ആണ്. ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? ഇനി ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് T1 = എന്താണ്? T2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ V ആവറേജ് എന്തായിട്ട് മാറും? V1 × T പ്ലസ് V2 × T ഡിവൈഡഡ് ബൈ T + T ദാറ്റ് ഈസ് 2T. ന്യൂമറേറ്ററിൽ നിന്ന് T കോമൺ എടുക്കാം, താഴത്തെ T-യുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു V1 + V2 / 2. ഇതാണ് മറ്റൊരു ഫോർമുല. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഫോർമുലയാണ്. ബട്ട് കണ്ടീഷൻസ് രണ്ട് കേസസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ സെലക്ട് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇഫ് S1 = S2 ആണെങ്കിൽ യൂസ് 2V1 V2 / V1 + V2. ഇഫ് T1 = T2 ആണെങ്കിൽ ഏത് ഫോർമുലയും ഉപയോഗിക്കുക? V1 + V2 / 2 നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് 120 km/h. ദെൻ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഫോർമുലയിൽ ഏത് യൂസ് ചെയ്യും നമ്മളിവിടെ? ഏത് കണ്ടീഷനാണത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ പകുതി ദൂരം ബാക്കി പകുതി ദൂരം ഇല്ലേ? S1 = S2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാ? 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. ഓക്കെ, ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. V1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 80 km/h. ആൻഡ് V2ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 120 km/h. ഡിവൈഡഡ് ബൈ V1 + V2 ദാറ്റ് ഈസ് 80 + 120. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 2 × 80 × 120 ഡിവൈഡഡ് ബൈ 200 അല്ലേ? 0 ഒക്കെ വെട്ടിക്കളയുക, 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 × 12 ദാറ്റ് ഈസ് 96 km/h. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
A car travels at a speed of 80 km per hour during the first half of its running time and 40 km per hour during the other half. Then the average speed of the car. അപ്പോൾ ഈ കേസിലും ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും T1 = T2 ആണ്. സോ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് V average = V1 + V2 / 2 അല്ലേ? വാല്യൂസ് കൊടുത്തേ. ആദ്യം V1ൻ്റെ വാല്യൂ 80 km/h, V2ൻ്റെ വാല്യൂ 40 / 2, ദാറ്റ് ഈസ് 120 / 2. That is equal to 60 km/h. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ല നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് അതിൽ കുറച്ചുകൂടെ സ്റ്റെപ്സ് വരും. ഇതാകുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വേഗത്തിൽ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് A to B at a speed of 40 km/h and returns to A at a speed of 30 km/h. What is the average speed for the whole journey? What is the average velocity? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. A to B പിന്നെ തിരിച്ച് B to A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 = S2. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താ ഫോർമുല? 2V1 V2 / V1 + V2. അത് യൂസ് ചെയ്താൽ മതി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിനകത്ത് കണ്ടുപിടിക്കാനുണ്ട്. വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി ഇല്ലേ? അപ്പോൾ വെലോസിറ്റിയെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ടൈം ആയിരുന്നു ഇല്ലേ? അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞത് ആണല്ലോ. ദാറ്റ് ഈസ് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ അവിടെ ഹൗ ഫാസ്റ്റ് ഇല്ലെങ്കിൽ എത്ര വേഗത്തിൽ എത്ര സ്ലോയിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമുക്കവിടെ ഡയറക്ഷനെ കുറിച്ച് നമ്മളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി സ്പീഡ് വിത്ത് ഡയറക്ഷനും കൂടെ ആയാലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ടൈം ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഓർ സ്പീഡ് വിത്ത് ഡയറക്ഷൻ. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി = നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതാം. ഓക്കെ, വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റീസ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് എന്ത്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡും കണ്ടുപിടിക്കാനുണ്ട്, ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാനുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇവിടുത്തെ 2V1 V2 / V1 + എന്ത്? V2 അല്ലേ? ഓർ ദിസ് ഈസ് ഈക്വൽ ടു 2 × V1 പകരം 40 × 30 / 40 + 30 എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 2 × 40 × 30 / എത്ര വരും നമുക്ക്? 70 ഇല്ലേ? 0 ഉം 0 ഒക്കെ ക്യാൻസൽ ചെയ്യുക. ഓൺ സോൾവിങ് നമുക്ക് എത്രയെന്ന് കിട്ടും? 34.3 km/h എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ആവറേജ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റിയാണ് നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കണ്ടെത്തേണ്ട ഫോർമുല എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ എന്ത് കൊടുക്കണം? ടോട്ടൽ ടൈം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരിക? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എത്തിച്ചേർന്നു. സോ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? 0. ഓക്കെ, സോ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരിക? 34.3 km/h 0 കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് 10 m/s. It is moving with an acceleration of 4 m/s². The distance covered by the particle after 2 seconds. അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അറിയണം. ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻസ് 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് V = U + AT ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് S is equal to ut plus half at square
ആൻഡ് തേർഡ് വൺ ഈസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പം ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുക. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി, ആക്സിലറേഷൻ എ, ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ്, ടൈം ടി, ഇതൊക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ സെലക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ യു ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ യുടെ വാല്യൂ എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സിലറേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ആണ് ഇല്ലേ? എത്ര സമയത്തിന് ശേഷം? 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് യു ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം? സെക്കൻഡ് വൺ ഉപയോഗിക്കാം. ഓക്കെ, സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. യുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, ടൈം 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഈസ് 4, ടി സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് ഇവിടെ ഒരു 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുക, 2 × 4 ഈസ് 8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 28 മീറ്റർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. When certain force is applied, an acceleration of 4 meter per second square is produced. After how much time its velocity will be 80 meter per second? അപ്പോൾ ആ സമയമാണ് ഇവിടെയും കണ്ടുപിടിക്കാനുള്ളത്. തന്നിട്ടുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. അപ്പോൾ എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ എത്രയാണ്? 20 meter per second. And A is 4 meter per second square. Then Vയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 80 meter per second. ടി ആണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഉണ്ട്, എ ഉണ്ട്, വി ഉണ്ട്, ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് നേരത്തെ എഴുതിയതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ? ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ഓർ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 80 മൈനസ് 20 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 60/4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെക്കൻഡ്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാഫാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഗർ ഷോസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് എലോങ് എക്സ് ആക്സിസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടത് മനസ്സിലായാൽ മാത്രമേ ഓരോന്നിനും റെസ്റ്റിലായിരിക്കുമ്പോൾ, യൂണിഫോം മോഷനിലായിരിക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നതെന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് 1-2 കേസുകൾ പറയാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, ഒബ്ജക്റ്റ് സ്റ്റേഷനറി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫൊക്കെ വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് റെസ്റ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ടൈം മാറുന്നുണ്ട്, ചേഞ്ച് ചെയ്യും, ബട്ട് പൊസിഷൻ എന്ത് ചെയ്യത്തില്ല? മാറില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് വിൽ ബി എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്തവസ്ഥയിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് യൂണിഫോം മോഷനിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക? അപ്പോൾ ഓൾറെഡി നമ്മൾ യൂണിഫോം മോഷനൊക്കെ പറഞ്ഞു. ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയറക്ഷൻ എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നോക്കൂ, ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫായിട്ട് എടുക്കാം. നമുക്ക് ആദ്യത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം? 10 മീറ്റർ. അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ. തേർഡ് സെക്കൻഡിൽ 30 മീറ്റർ. ഫോർത്ത് സെക്കൻഡിൽ
എത്ര മീറ്റർ ട്രാവൽ ചെയ്യുന്നു? 40 മീറ്റർ ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഇത് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 20 മീറ്റർ, 3rd സെക്കൻഡിൽ 30 മീറ്റർ, 4th സെക്കൻഡിൽ 40 മീറ്റർ. സോ അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് ജോയിൻ ചെയ്ത ഗ്രാഫിൽ ബി എന്ത് ലൈനായിരിക്കും നമുക്ക് കിട്ടുക? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഗ്രാഫിൽ ബി എന്ത് ലൈനായിരിക്കും നമുക്ക് കിട്ടുക? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടൈം ആക്സിസ് ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് മോഷനിലാണ്? നമുക്ക് യൂണിഫോം മോഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ വെലോസിറ്റിക്ക് ടൈമിനനുസരിച്ച് അവിടെ ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് വി ടി ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റീനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എക്സ് ടി അല്ല, പകരം വി ടി ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. എപ്പോഴും ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസിലും തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എക്സ് ടി ആണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇത് ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്, ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? അത് അതിൻ്റെ വാല്യൂ മാറുന്നില്ല. ദാറ്റ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു നമുക്ക് എന്ത് കിട്ടും? ടൈം ആക്സിസ് എന്ന് കിട്ടും. ക്ലിയർ ആയി കാണുമല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷൻ ആകുമ്പോൾ തീർച്ചയായും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. യൂണിഫോംലി ആക്സിലറേറ്റഡ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ വെലോസിറ്റി ഈക്വൽ അമൗണ്ട്സിൽ എന്ത് ചെയ്യപ്പെടും? ചേഞ്ച് ചെയ്യും. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയായിരിക്കും? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ കാണിക്കാനായി ഞാൻ വി ടി ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. ഈ വി ടി ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം, ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതിൻ്റെ ആ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിട്ടായിരിക്കണം അല്ലേ? സോ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ഏത് ആക്സിസ് ആയിരിക്കും? ടൈം ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. യൂണിഫോം മോഷനിലാകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ വി ടി ഗ്രാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ദെൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും വരിക? സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരിക്കും വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇവിടെ നോക്കിയേ, അപ് ടു T0 എങ്ങനെയായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആണ്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ യൂണിഫോം മോഷനാണ് വെലോസിറ്റി. അപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ആണല്ലോ. ഇനി അതിനുശേഷം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിലേക്ക് വരണം? റെസ്റ്റിലേക്ക് വരണം ഇല്ലേ? അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാകും? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ഡി. ദ പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അപ് ടു T0 ആണല്ലോ. ആൻഡ് ദെൻ എന്ത്? സ്റ്റോപ്സ്. അപ്പോൾ ഈ ഗ്രാഫ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് എൻ്റെ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോളോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് എന്താണ്? അപ്പോൾ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇത് വി ടി ഗ്രാഫാണ്. വെലോസിറ്റിയുടെ വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നില്ല? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഫസ്റ്റ് ഓപ്ഷൻ, 0 ആക്സിലറേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഗ്രാഫ് വരിക? യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ടി ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഏത് ആക്സിസ്? ടൈം ആക്സിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ ആക്സിലറേറ്റ്സ് യൂണിഫോംലി ഫ്രം 18 km/h to 36 km/h in 5 seconds. Calculate the acceleration. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡിനെ കുറിച്ച് പഠിച്ചു,
വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. അതേപോലെ അടുത്തത് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെയിനോ കാറോ എന്തെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കാം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്താറാകുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, വെലോസിറ്റി കുറയുന്നു, അതെന്തിലേക്ക് വരുന്നു, കുറഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനനുസരിച്ച് അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. ദിസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ആക്സിലറേഷൻ. ഓക്കെ, സോ അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്ത്, ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഇപ്പോൾ യു ആണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിചാരിക്കുക, വി ഫൈനൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് ടി. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോർമുല എന്താണ്, വി മൈനസ് യു ബൈ ടി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്, 18 km/h. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഓപ്ഷനും കൂടെ നോക്കുക. ഓപ്ഷൻ m/s² നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ km/h നിങ്ങൾക്ക് m/s കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, അതിന് 5/18 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 18 ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 5 m/s എന്ന് കിട്ടും. ആൻഡ് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എത്രയാണ്, 36 km/h ആണ്. or this is equal to 36 into 5/18 or this is equal to എത്ര വരും, 10 m/s. അപ്പോൾ നമ്മൾ km/h എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു, m/s കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഈസ് 10, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 5. ആ സമയം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 5 എന്ന് തന്നിട്ടുണ്ട്. സോ 10 - 5 ഈസ് 5, 5/5 എന്ന് പറയുന്നത് 1 m/s². ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി മൈനസ് യു ബൈ ടി ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് m/s² ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.